തൃശൂരിൽ വിമതരുടെ വെല്ലുവിളികളെ അതിജീവിച്ച് ബിജെപിക്ക് മികച്ച നേട്ടം. കഴിഞ്ഞ തവണ ജില്ലയിൽ 40 സീറ്റുകൾ നേടിയ ബിജെപി ഇത്തവണ 60 ഇടത്താണ് വിജയക്കൊടി പാറിച്ചത്. മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീശൻ അടിയാറ്റിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി വിട്ടുപോയിട്ടും ശക്തി ചോർന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞു. കോർപ്പറേഷൻ, മുനിസിപ്പൽ തലങ്ങളിലാണ് താമരയ്ക്ക് തിളക്കം വർദ്ധിച്ചത്. കഴിഞ്ഞ തവണ 6 മുനിസിപ്പാലിറ്റികളിലായി 10 ഡിവിഷനുകൾ മാത്രം നേടിയ ബിജെപി ഇത്തവണ 17 ഇടത്ത് വിജയിച്ചു. കോർപ്പറേഷനിലെ 2 സീറ്റുകളാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു ബിജെപിക്ക് ഒരു സീറ്റ് കിട്ടിയത്. ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൊക്കാലയിൽ ബിജെപി സ്വതന്ത്രൻ അട്ടിമറി ജയം നേടി. 10 പേരായിരുന്നു ഇവിടെ മത്സര രംഗത്തുണ്ടായിരുന്നത്. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളം നഗരസഭയിൽ 5 സീറ്റ് നേടിയ ബിജെപിയുടെ നിലപാട് നിർണായകമാകും. കൊടുങ്ങല്ലൂരിൽ 6 സീറ്റ് നേടിയപ്പോൾ ഗുരുവായൂരിൽ 1 സീറ്റ് നേടി അക്കൗണ്ട് തുറന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ 43 വാർഡുകളിലാണ് ബിജെപി കൊടി പാറിച്ചത്. കഴിഞ്ഞ തവണ 29 എണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സാധാരണ വോട്ട് കച്ചവട വിവാദത്തിലാണ് ബിജെപി പെടുന്നതെങ്കിൽ ഇക്കുറി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതിനെ പിന്തുണയ്ക്കുമെന്ന പ്രഖ്യാപനം നടത്തിയാണ് ബിജെപി വിവാദം സൃഷ്ടിച്ചത്. എങ്കിലും മികച്ച പ്രകടനത്തോടെ വിമതരുടെ ആക്ഷേപങ്ങളുടെ മുനയൊടിക്കാനും ജില്ലാ നേതൃത്വത്തിനായി.